ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലേവർഫുൾ ചെയിൻ ഓഫ് സ്വാതി. ബിഗ് ബോസ് ഷോ മത്സരാർത്ഥിയും ആർട്ടിസ്റ്റുമായ ഷാനവാസ് കഴിഞ്ഞ ദിവസം ഷോയിൽ വെച്ച് ആരോഗ്യനില മോശപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയുണ്ടായി. ഇതിനോട് പലരും പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. പലരും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവായി റെസ്പോണ്ട് ചെയ്ത ഒരാളാണ് ഇത്. നെവിനെ എല്ലാവരും തേജോഗം ചെയ്യുന്നത് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീടുന്നില്ല. ഷാനവാസ് അതിന് ആരോഗ്യം എന്താണെന്ന് അറിയില്ല. ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം പ്രകോപനം ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരമുള്ള പരിപാടിയാണ്. പല വട്ടം ഷാനവാസ് അഭിനയിക്കുന്നു. ഷാനവാസ് അഭിനയിച്ച് തന്നെയാണ് അഗ്രി ഗെയിം കളിച്ച് തന്നെയാണ് ഓരോ പ്രാവശ്യം ജിസയിലെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ ഒരാളല്ല, പലരും ഈ ഒരു തരത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഷാനവാസിന്റെ ഡ്രാമയാണ് അതല്ല, നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ കൺഫേം ചെയ്യാറായിട്ടില്ല. ഷാനവാസിന്റെ ആക്ട് ആണോ അല്ലെങ്കിൽ ഷാനവാസ് ആൻഡ് ബിഗ് ബോസ് ടീം കൂടി ചെയ്യുന്ന ഒരു ആക്ട് ആണോ എന്നൊന്നും നമുക്കിത് കൺഫേം ചെയ്യാറായിട്ടില്ല. പുള്ളി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഇത്രയൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണെങ്കിലും ഹോസ്പിറ്റലിലാണ് എന്നൊരു അവസ്ഥയിൽ നമ്മൾ ഏതൊരു ഹ്യൂമാനിറ്റി എന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടത് ആ ഒരു രോഗി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നൊരു നിലയിലാണ്. അങ്ങനെയാണ് ഒരു മനുഷ്യത്വം ഉള്ള ഏതൊരാളും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: ഇത്രയും അധപതിച്ച് കഴിഞ്ഞോ ലോകം? നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിലല്ല എനിക്കൊരു പ്രശ്നം തോന്നിയത്. നെവിനെ സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പക്ഷെ ഷാനവാസിന്റെ ഡ്രാമയാണ് എന്ന് പറഞ്ഞതിനോട് അറിയില്ല. ഇതിപ്പോ ഷാനവാസ് അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടി ചെയ്യുന്നതാണോ, അത് ഷോക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നടക്കുന്ന സംഭവ വികാസങ്ങളാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു നില വെച്ചിട്ട് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഷാനവാസ് അസുഖബാധിതനാണ്, ഹോസ്പിറ്റലിലാണ് എന്നുള്ളതാണ്. നമുക്ക് ഇതിലൊരു ക്ലാരിറ്റി ഇല്ലാത്ത നിലയ്ക്ക് സ്ഥിതിക്ക് നമ്മൾ അറിയാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏതൊരു നല്ല വ്യക്തിയും ചെയ്യേണ്ടത്. ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ലാതെ ഷാനവാസ് അവിടെ തളർന്നു വീഴുന്ന സമയത്ത് നെവിനെ കുറ്റപ്പെടുത്താനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ, നെവിൻ ഇത് ഡ്രാമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ വേറൊരു പക്ഷം പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ആ 3 ഗേൾസും അനീഷ് ആൻഡ് സാബുമൻ, ഇത്രയും 5 പേരാണ് ഉണ്ടായിരുന്നത്. ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നിട്ടില്ല, പുള്ളിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന രീതിയിലായിരുന്നു നെവിൻ പെരുമാറിയിരുന്നത്. അത് എനിക്ക് തോന്നിയത് വെറും ഒരു ഒറ്റബുദ്ധി എന്നൊരു രീതിയാണ്. ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ തളർന്നു വീഴുമ്പോൾ നെവിൻ്റെ ഭാഗത്ത് വന്ന് പിഴവല്ലെങ്കിൽ കൂടി എന്തുകൊണ്ട് ആ ആള് ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള ഒരു മനസ്സ് നെവിനുണ്ടായില്ല. പിന്നെ ഒരു കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോഴും നെവിനാണ് ഇതിന് കാരണക്കാരൻ എന്നും പറഞ്ഞുകൊണ്ട് ഗേൾസ് 3 പേരും കൂടി നെവിനോട് വഴക്കിടും. ഒരു വയ്യാതിരിക്കുന്ന ആൾക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം കൊടുക്കണം എന്നൊരു ചിന്തയുള്ളവരാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുക? അതിൽ ഒരു മെച്വേർഡ് ആയിട്ട് അക്കാര്യത്തെ ഡീൽ ചെയ്തത് 2 ആൾക്കാരാണ്. അത് സാബുമേനും അനീഷുമാണ്. ഈ 2 വ്യക്തികളല്ലാതെ ഒരു തരി പോലും വിവരമുള്ളവർ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇതിന് ശേഷം ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായി എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പുറത്തു നിന്നുള്ള ആൾക്കാരുടെ അഭിപ്രായം പറച്ചില്. അതിലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഷാനവാസ് സുഖം പ്രാപിച്ച് വരട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ പുള്ളി അഭിനേതാവാണ്, അഭിനയിക്കാണ്, റീച്ച് കിട്ടാനാണ്, ഇതൊന്നും സംസാരിക്കേണ്ട സമയമേ അല്ല. അതങ്ങനെ ആണെങ്കിൽ ആവട്ടെ, അത് ആണെന്ന് തെളിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആളുടെ ആരോഗ്യനില നന്നാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഷാനവാസ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചുള്ള ലൈഫിലോട്ട് വരട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.